ഒരിത് തോന്നിയോ? ഇത് ഈഗോ എല്ലാം തോന്നി? സന്തോഷമാണ്. അല്ല, ഒരു തമാശക്ക് വേണ്ടി ചോദിച്ചതേ ഉള്ളൂ. അതുകൊണ്ട് അവൾക്ക് അവനോടൊപ്പം പറ്റത്തില്ല, അതുകൊണ്ട് അവൾ വേറെ ആളുടെ കൂടെ പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെ രണ്ടു കൂട്ടരും അവരവരുടെ വഴിക്ക് പോയി എന്നാണ് നൂറനാട് പോലീസ് സ്റ്റേഷനിൽ നിന്നും അറിയാൻ സാധിച്ചത്. ഇതില് ഒരാൾക്ക് ഒരു പരസ്ത്രീ കോണ്ടന്റ് ക്രിയേറ്റർ അഖിൽ എന്നാർഡിയുടെ ഭാര്യ ഒരു ബസ് കണ്ടക്ടറുമായിട്ട് ഒളിച്ചോടി പോയ വിഷയമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളാണ്, ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് അഖിൽ എന്നാർഡിയുടെ ഭാര്യ എന്ത് കാരണത്താലാണ് ഒളിച്ചോടി പോയതിനുള്ള മറുപടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇവിടെ ഫോട്ടോ കൊടുക്കുന്നുണ്ട്. ഇവൻ്റെ കൂടെയാണ് ഇവൾ ഇറങ്ങിപ്പോയത്. സത്യം പറഞ്ഞാൽ ഇവൾക്ക് കണ്ണും കാണത്തില്ല, തലയിലും ഒന്നുമില്ലെന്നാണ് തോന്നുന്നത്. ഇത്രയും സുന്ദരനായ അഖിലിനെ വെച്ചിട്ട് ഈ ക്നാപ്പൻ്റെ കൂടെയാണല്ലോ ഇവളെ ഇറങ്ങിപ്പോയെന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഒരു ലോഡ് പുച്ഛം മാത്രമാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇതുപോലുള്ള നമുക്കറിയാം, റീസെൻ്റായിട്ട് നമ്മൾ കണ്ടതാണ് ഒരു പ്രവാസിയെ പറ്റിച്ച് ഒരു ശാല എന്ന് പറഞ്ഞൊരു ഒരു ഒരു യുവതി ഇറങ്ങിപ്പോയിട്ട് അനുഭവിച്ച് നമ്മളെല്ലാവരും കണ്ടയാണല്ലോ. ഇതുപോലെ ഇറങ്ങിപ്പോകുന്ന ടീംസിൻ്റെ എല്ലാം അവസ്ഥ ഇതുപോലെ തന്നെയാണ്. അപ്പോൾ ഇതുപോലുള്ള ആളുകളെ വെറുക്കുന്ന ആളുകളൊക്കെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങൾ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ എല്ലാവരും ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യണം. ഇത് 4 പേരിലേക്ക് ഇതുപോലുള്ള വീഡിയോകൾ എത്തി ഇവർ നാണം കെട്ട് ഉമ്മത്തിരി ആവണം, എന്നാലേ ഇതൊക്കെ പഠിക്കത്തുള്ളൂ. നോക്കിയേ, എത്ര കണ്ടാലും ഇവരൊന്നും പഠിക്കുന്നില്ല. ശാല കഴിഞ്ഞിട്ട് അടുത്തത് ഇതാ കിടക്കുന്നത് അഖിൽ എന്നാർഡിയുടെ വൈഫ്. അപ്പോൾ 4 പേരിലേക്ക് വീഡിയോ എത്തണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യണം. അതുപോലെ ഈ അഖിൽ എന്നാർഡിയുടെ വൈഫിനെ അവൻ്റെ ജീവിതം തുലച്ച് തരിപ്പണമാക്കി ഒന്ന് ആലോചിച്ച് നോക്കി. ഇനി ആ ചെറുപ്പക്കാരൻ അവൻ എങ്ങനെ സമൂഹത്തിന് മുമ്പിൽ തല ഉയർത്തി ജീവിക്കുമെന്ന് ആലോചിച്ച് നോക്കി. എന്തായാലും അഖിലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണം. എത്ര ആളുകൾ അഖിലിനെ ഈ ഒരു വിഷയത്തിൽ സപ്പോർട്ട് ചെയ്തതെന്ന് അറിയാനാണ്. അതുപോലെ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. ഇവിടെ ഞാൻ ഞെട്ടിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ച് തരാം. ഒന്ന് അഖിലിൻ്റെ വൈഫ് ഇറങ്ങിപ്പോകാനുള്ള കാരണം പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ ഈ കാരണം കണ്ടു. ഞാൻ സത്യം പറഞ്ഞാൽ ഇനി എത്ര ന്യായീകരിച്ചാലും അഖിലിൻ്റെ വൈഫ് ഈ ചെയ്തേക്കുന്നത് ശരിയാണോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. വിവാഹബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ളൊരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇട്ടെറിഞ്ഞിട്ട് പോവാൻ തോന്നുന്ന ഒരു ബന്ധമാണ് വിവാഹബന്ധം. ഒന്ന് ആലോചിച്ച് നോക്കി. നിമിഷ നേരം കൊണ്ട് ആ ചെറുപ്പക്കാരൻ്റെ ആരാണെങ്കിലും, ഇനി അഖിലാണെങ്കിലും നാളെ വേറൊരു ആളാണെങ്കിലും അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. സമൂഹത്തിന് മുമ്പിൽ ഇത്രയും നാളും അവൻ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു അവൻ്റെ ഒരു ഇതുണ്ട് സൊസൈറ്റിയിലെ മുമ്പിൽ. അതൊക്കെ ഒരു നിമിഷം കൊണ്ടാണ് തകർന്ന് തരിപ്പണമാവുന്നത് അല്ലേ. എന്തിൻ്റെയൊക്കെ പ്രശ്നത്തിലാണെങ്കിലും, എന്ത് ക്രൂരമായിട്ടുള്ള പീഡനം ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് അനുഭവിച്ചാലും ഇങ്ങനെയല്ല ഒരു കാരണവച്ചാലും ചെയ്യേണ്ടത്. ഇവിടെ ഈ അഖിലിൻ്റെ ഭാര്യ ന്യായീകരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഖിലിന് വേറെ സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിപ്പോയെന്ന്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? നിയമപരമായിട്ട് നിങ്ങൾക്ക് ലീഗലി മൂവ് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് അതേ വഴി അങ്ങ് പൊയ്ക്കൂടെ? എന്തിനാണ് ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം തുലച്ച് തരിപ്പണമാക്കിയിട്ട് എന്താണ് കിട്ടുന്നത്? ഓക്കെ, എന്തായാലും ഞാൻ ഇവിടെ 1-2 ക്ലിപ്പ് വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കേ. എന്താണ് അഖിൽ എന്നാർഡി വിഷയത്തിൽ സംഭവിച്ചത്? ഇത് ഇന്നലെ രാത്രിയോടുകൂടിയാണ് സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചയായത്. ഞാൻ ഇന്നലെയാണ് ഈ വിഷയം അറിഞ്ഞത്. ഇന്നലെ ഈ സോഷ്യൽ മീഡിയയിൽ അറിയുന്നതിന് കുറച്ചേരം മുമ്പ് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 2 ദിവസം മുമ്പ് സംഭവിച്ചതാണ്. അഖിൽ എന്നാർഡി എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അഖിൽ എന്നാർഡിയുടെ വൈഫ് ഇവർ പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. വിവാഹം കുറച്ചാൾ മുമ്പാണ്. നേരത്തെ ഇവരുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു, പിന്നെ കുറേ ഒരു നീണ്ട ഗ്യാപ്പിന് ശേഷമാണ് വിവാഹം നടക്കുന്നത്. രണ്ടുപേരും നല്ല ജോഡിയാണ്. അഖിലിനോട് നമുക്കൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. കാരണം അവൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അടൂരുകാരാണ്. അപ്പോൾ ആ ഒരു ഇഷ്ടം ഉണ്ടാവും. പിന്നെ അവൻ്റെ കണ്ടന്റ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് വളർന്നു വന്നൊരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ അവനിങ്ങനെ സംഭവിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാവർക്കും വേദനയുണ്ടായി. കാരണം ഇന്നലെ സോഷ്യൽ മീഡിയയുടെ വിവിധ ഗ്രൂപ്പുകളിൽ ഈ സാധനം കത്തുമ്പോഴും ആളുകളൊക്കെ അയ്യോ എന്നാ പറഞ്ഞേ. അയ്യോ, എന്താണ് അവന് സംഭവിച്ചത്? അങ്ങനെയാണ് ഇതെടുത്തത്, അല്ലാതെ ഒരിക്കലും മറ്റൊരു രീതിയിലേ പോയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവൻ്റെ ജീവിതത്തിലൊരു വല്ലാത്തൊരു എന്താ പറയുക, നല്ലൊരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഒരു ഡൗൺഫോൾ ആണിത് എന്ന് പറയേണ്ടി വരും. കാരണം ഒരു പീക്കിലാണ്. മൂവിയിലൊക്കെ വന്നു, മൂവി അത്യാവശ്യം കളക്ഷൻ നേടി, വിവിധ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും സാമ്പത്തിക ലാഭമാണ് പടം. അപ്പോൾ അതിൻ്റെ ഒരു കാര്യത്തിലേക്ക് നിൽക്കുന്നു. ലൈഫിൽ ഇനിയും നല്ല കരിയറിൽ ഉയർച്ച കിട്ടുന്ന സമയത്താണ് ഇങ്ങനൊരു ഡൗൺഫോൾ സംഭവിക്കുന്നത്. സംഭവം എത്രയുള്ള അവളായിരുന്നു. നല്ല കുടുംബത്തിലെ പെൺകുട്ടിയാണ് കേട്ടോ. അത് നല്ല കുടുംബമാണ്, ഇവന് നല്ല കുടുംബമാണ്, അവർ നല്ല കുടുംബമൊക്കെ തന്നെയാണ്, ഒരു പ്രശ്നമില്ല. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇവള് പഠിക്കണമെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ചെറുപ്പക്കാരാണ്. അവർ പഠിക്കാൻ വിട്ടു. ബസ്സിലാണ് പോയത്. ആ ബസ്സിൽ പോകുന്ന വരുമ്പോഴാണ് ആ ബസ്സിലെ കിളിയായിട്ട് 12 പയ്യൻ. ആലോചിച്ച് നോക്കി, കല്യാണം കഴിഞ്ഞതിനെയൊക്കെ വളയ്ക്കാൻ നടക്കുന്ന കുറേ അവന്മാരുണ്ട്. അതിൻ്റെ ആവശ്യം എന്താണ്? ഇതൊക്കെ വേറെ പനിയായിട്ടും വേറെ ആളുകൾ നോക്കിയ പോരെ. അപ്പോൾ ഇഷ്ടത്തിലാവുന്നു.
പെട്ടെന്ന് ഒരു ദിവസം ഇവളെ കാണാതാവുന്നു. സ്വാഭാവികമായിട്ട് അന്വേഷിക്കും അയാൾ തട്ടിക്കൊണ്ട് പോയതാണോ, അങ്ങനെയല്ല ആദ്യം വരുന്നത്. ഇനി എന്തെങ്കിലും അപകടം പറ്റിയതാണോ, സ്റ്റേഷനിൽ പോകുന്നു, കംപ്ലൈൻറ്റ് കൊടുക്കുന്നു, വീട്ടിൽ വരുന്നു, CCTV പരിശോധിക്കുമ്പോൾ ഇവൾ ബാഗും കൊണ്ട് പോയതാണ്. പോലീസുകാർ എല്ലാവരെയും വിളിക്കുന്നു, അവർക്ക് മറ്റേ പയ്യൻ്റെ കൂടെ പോകാനാ താല്പര്യം എന്ന് പറയുന്നു. ഇതിങ്ങനെയല്ല ശരിക്കും ചെയ്യേണ്ടത്. തുറന്നു പറയുക. ആ തുറന്നു പറയാനുള്ള സ്പേസ് ഉണ്ടാവണം എല്ലാ ഫാമിലിയിലും. എന്തും തുറന്നു പറയാനുള്ള സ്പേസ് ഉണ്ടാവണം. ആ തുറന്നു പറയുന്ന കാര്യങ്ങൾ പരസ്പരം അക്സെപ്റ്റ് ചെയ്യാനും പറ്റണം. ഇത് ചെറുക്കൻ്റെ ഭയങ്കര ഡൗൺഫോൾ ആയിരിക്കും, തിരിച്ചു വരാൻ വലിയ പാടാണ്. അത് മനുഷ്യരെങ്ങനെയൊക്കെയാണ്, നിങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് ആ ബന്ധം ഡിവോഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റൊരാളുടെ കൂടെ പോകില്ലാണെങ്കിലും ഒക്കെ അത് വല്ലാത്തൊരു ദുരന്തം സൃഷ്ടിക്കും. ആ ദുരന്തം നിങ്ങൾക്കുണ്ടാകുമ്പോൾ, ഓരോ വ്യക്തിക്കും ഇൻഡിവിജ്വലായിട്ട് ഉണ്ടാകുമ്പോൾ മാത്രമേ വ്യക്തിക്ക് മനസ്സിലാവുള്ളൂ. അല്ലാത്തത്തോളം കാലം അതൊക്കെ ഇങ്ങനെ കണ്ട് പറയൽ മാത്രമായിരിക്കും. അത് വല്ലാത്തൊരു ഡൗൺഫോളിലൂടെ ആയിരിക്കും. അപ്പോൾ ഞാൻ കടന്നു പോകുന്നില്ല, വിഷമത്തിനൊപ്പം നിൽക്കുന്നു. ഒരിക്കലും ഇങ്ങനൊന്നും കാണിക്കരുത്. അത് വല്ലാത്ത ക്രൂരതയാണ്. ഇയാൾ പറഞ്ഞ പോലെ, എടാ നിനക്കൊക്കെ നാണോ മാനോ ഉളുപ്പും ഉണ്ടോടാ? കല്യാണം കഴിഞ്ഞ എത്രയോ പെണ്ണുങ്ങളെ ജീവിതമാണ് നീയൊക്കെ തുലയ്ക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. നിനക്കൊക്കെ എത്രയോ സിംഗിളായിട്ടുള്ള പെൺപിള്ളേരെ കിട്ടും. അവരെ നീയൊക്കെ നിൻ്റെയൊക്കെ സ്നേഹം റിയൽ ആണെന്നുണ്ടെങ്കിൽ, ജെനുവിൻ ആണെന്നുണ്ടെങ്കിൽ അവരെയൊക്കെ സ്നേഹിച്ച് നീ കല്യാണം കഴിക്കുക. എന്തിനാണ് ഇങ്ങനെയുള്ള ഫാമിലിയായിട്ട് ജീവിക്കുന്ന ആളുകളെ, സ്ത്രീകളെ പറഞ്ഞ് പറ്റിച്ച് വളച്ചൊടിച്ച് 3-4 ദിവസം കഴിയുമ്പോൾ നിൻ്റെയൊക്കെ കാര്യങ്ങൾ സാധിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള പരിപാടിയിലാണ് നീയൊക്കെ നോക്കുന്നത്. ഇപ്പം തന്നെ റീസെൻ്റായിട്ട് നമ്മൾ കണ്ടതാണ് പ്രവാസിയെ പറ്റിച്ച്, ഒരു ഗൾഫുകാരനെ പറ്റിച്ച്, അയാളെ പറ്റിച്ച് 13 പവനുമായിട്ട് കൊണ്ടുപോയിട്ടുള്ള ശകല ഇല്ലേ, സ്വർണ്ണം കൊണ്ടുപോയിട്ട് 5 ദിവസം ബാംഗ്ലൂർ കറങ്ങി നടന്നിട്ട് ലാസ്റ്റ് അവൻ കൊണ്ടുപോയി വാളയാറിൽ കൊണ്ട് കളഞ്ഞിട്ട് ലാസ്റ്റ് അവിടെ നിന്ന് പോലീസ് പിടിച്ചുകൊണ്ട് വന്നിട്ട് എല്ലാം തകർന്ന് തരിപ്പണമായിട്ടുള്ള ശകലയുടെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. ഇതേപോലെയാണ് ഇതൊക്കെ ചെയ്യുന്ന പെണ്ണുങ്ങളുടെ അവസ്ഥ. നിങ്ങളുടെ കുടുംബം തകർന്ന്, നിങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായി പോവും. അത് നിങ്ങൾ മനസ്സിലാക്കുക. നാണോ മാനോ എളുപ്പമുണ്ടെന്നാണ് ഇതുപോലെ ഈ കല്യാണം കഴിഞ്ഞിട്ടുള്ള പെണ്ണുങ്ങളെ സ്നേഹിച്ച് വളച്ചൊടിച്ച് കൊണ്ടുപോകുന്ന അവന്മാരോട് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവന്മാരൊക്കെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് നാണം കേടണം. ഇനി ഇതുപോലെ ഒരാൾക്കും ഇതുപോലൊരു അനുഭവം ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. 10 പേരിലേക്ക് എത്തണമെങ്കിൽ ഇവനൊക്കെ നാണം കെട്ട് ഉമ്മത്തിരിയാവണം, എന്നാലേ ഇവനൊക്കെ പഠിക്കത്തുള്ളൂ. ഇവനെയൊക്കെ കണ്ടാലും ഇവനെയൊക്കെ എങ്ങനെയാണ് ഞാൻ ആലോചിക്കുന്നത്, ഇവനെ കളഞ്ഞിട്ട് പാലും വെള്ളം കളഞ്ഞിട്ട് എങ്ങനെയാണ് കടിഞ്ചായ തേടി പോകുന്നത് ഇവരൊക്കെ. എനിക്കതാണ് ഞാൻ ആലോചിച്ചിട്ട് പിടികിട്ടാത്തത്. ഓക്കെ, എന്തിൻ്റെ കുറവാണ്? പണത്തിന് പണം. അഖിലിനൊക്കെ അത്യാവശ്യം ഏണിങ്സും കാര്യങ്ങളൊക്കെ ഉള്ള ടീമാണ്. എന്തിൻ്റെ കുറവാണ്? പോകാൻ താല്പര്യമുണ്ടെന്നിരിക്കട്ടെ, നിയമപരമായിട്ട് എനിക്ക് ഇയാളോടെ ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ലടേ എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ പോയി നിയമപരമായിട്ട് ബന്ധം ഒഴിഞ്ഞിട്ട് പോകണം. അല്ലാതെ ഇതുപോലല്ല ചെയ്യേണ്ടത്. ഒരു നിസാര ഒരു കല്യാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണോ? ഒരു നിമിഷം കൊണ്ട് ഇങ്ങനെ തീർക്കേണ്ട ഒരു സംഭവമാണോ? അവൻ്റെ സമൂഹത്തിന് മുമ്പിൽ ഇനി അവനെങ്ങനെ തലയുയർത്തി നടക്കും എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇനിയുള്ള അവൻ്റെ ഫ്യൂച്ചർ എങ്ങനെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ അവൻ തകർന്ന് തരിപ്പണമായി പോകും. ഇത്രയും നാളും കണ്ട ഒരു അഖിൽ NRD ആയിരിക്കത്തില്ല ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ജനങ്ങളെ ഒരുപാട് ആളുകളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കോണ്ടന്റ് ക്രിയേറ്ററാണ്. ഇടയ്ക്കൊക്കെ ഞാനും അവൻ്റെ വീഡിയോ കാണാറുണ്ട്. ഓക്കെ, ഇനി ഞാനിവിടെ ഈ പെണ്ണ് ഒളിച്ചോടി പോകാനുള്ള റീസൺ, പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞേക്കുന്ന റീസൺ എന്താണെന്ന് കൂടെ നിങ്ങളൊന്ന് കണ്ടുപോകും. ഞാൻ ഒരിക്കലും ഇതുപോലുള്ള പെണ്ണുങ്ങളെ ഞാൻ ന്യായീകരിക്കത്തില്ല. എന്തിൻ്റെ പേരിലാണെങ്കിലും ഇറങ്ങിപ്പോകുന്ന പെണ്ണുങ്ങളെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തുമില്ല, ന്യായീകരിക്കത്തുമില്ല. നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് വേദനകളും യാതനകളും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നിയമപരമായിട്ട് നിങ്ങൾ മുമ്പോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അല്ലാതെ ഇനി ആരൊക്കെ എന്തൊക്കെ ഇനി അഖിൽ എന്ത് തോന്നിവാസവും തൊട്ടിത്തരവും കാണിച്ചിട്ടാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞാലും ഞാൻ ന്യായീകരിക്കത്തില്ല. അഖിലിൻ്റെ കൂടെ തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ. അതുപോലെ ശഹലയെ ന്യായീകരിച്ച് ഒരുപാട് ആളുകൾ വന്നു. ആ കൂട്ടത്തിലും ഞാൻ പ്രവാസി ഭർത്താവിൻ്റെ കൂടെയാണ്. ശഹല ചെയ്തതും തെറ്റ് തന്നെയാണ്. അതേ സെയിം തെറ്റ് തന്നെയാണ് ഇവിടെ ഈ അഖിലിൻ്റെ വൈഫും ചെയ്തിട്ടുള്ളത്. ഇനി ഞാനിവിടെ ഒരു വീഡിയോ കൂടെ വെച്ച് തരാം. ഇവർ അഖിൽ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഒരു സിനിമ കണ്ടതിന് ശേഷം ഇറങ്ങി വരുന്ന സമയത്ത് വൈഫിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതും കൂടെ നിങ്ങളൊന്ന് കണ്ടുപോകേ. കാണാനുള്ള പ്രേക്ഷകരോടൊക്കെ എന്താണ് പറയാനുള്ളത്? അഖിലേട്ടൻ ഇങ്ങനെ നായകനായി പോകുന്നതിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് തോന്നിയോ? ഇത് ഈഗോ എല്ലാം തോന്നി? സന്തോഷമാണ്. അല്ല, ഒരു തമാശക്ക് വേണ്ടി ചോദിച്ചതേ. എങ്കിലും അപ്പൊ ഇനി സിനിമ കാണാനുള്ളവരോടൊക്കെ എന്താണ് പറയാനുള്ളത് രണ്ടുപേർക്കും? സിനിമ ഇനി ഏകദേശം എനിക്ക് തോന്നുന്നു ഏപ്രിൽ ആ ടൈമിലേക്ക് ആയിരിക്കും റിലീസ്. കണ്ടില്ലേ, ചിരിച്ചു നിന്നിട്ട് കൂടെ നിന്നിട്ട് മുഖം ചിരിച്ചു നിന്നിട്ട് നമ്മൾ പലതും ചെയ്യുമെന്ന് പറയില്ല, അതാണ് ഇവിടെ കാണുന്നത്. കൂടെ നിന്ന് ചിരിച്ചു നിന്നിട്ട് ഈ സമയത്ത് പോലും ചിലപ്പം അവളുടെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം
ആ ബസ് കണ്ടക്ടറുമായിട്ട് ചാറ്റ് ചെയ്തേക്കുന്ന വിളിച്ചേക്കുന്ന കോൾ ലിസ്റ്റ് കാണുമായിരിക്കാം. എന്തിൻ്റെ കുറവായിരുന്നു നോക്ക്, അവൾ ഇട്ടേക്കുന്ന സാരി, അവൾ ഇട്ടേക്കുന്ന ഓർണമെൻറ്റ്സ്, എന്തിൻ്റെ കുറവായിരുന്നു സത്യം പറഞ്ഞാൽ? ഒരു കുറവുമില്ല. ഇതൊക്കെ അഹങ്കാരമാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇനി പോയേക്കുന്ന ആ ബസ് കണ്ടക്ടറിൻ്റെ കൂടെ എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും ബസ് കണ്ടക്ടർ ജോലി മോശമാണെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഇതുപോലുള്ള ആളുകൾ കാരണം, ഇതുപോലുള്ള തെമ്മാടിത്തരം കാണിക്കുന്ന അവന്മാർ കാരണം ഇത് സത്യസന്ധമായിട്ടും മാന്യമായിട്ട് ജോലി ചെയ്തുകൊണ്ട് പോകുന്ന ആളുകൾ കൂടിയാണ് അപമാനം. ബസ് കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ തന്നെ ഇതുപോലുള്ള കാര്യങ്ങളാണ് പെട്ടെന്ന് നമുക്ക് ചിന്തയിൽ, അവൻ അങ്ങനെ ഇവനിങ്ങനെ. ബസ് കണ്ടക്ടർ ജോലി ചെയ്യുന്ന കിളിയെല്ലാം ഈ പറഞ്ഞുള്ള കോഴികളാണ്, പെണ്ണുപിടിയന്മാരെന്നുള്ളൊരു ചിന്തയാണ് വരുന്നത് ജനങ്ങളുടെ ഇടയ്ക്ക്, യുവമാരൊക്കെ കാരണം. ഇനി ഞാൻ ഇവള് ഒളിച്ചോടാനുള്ള റീസൺ, പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞേക്കുന്ന റീസണും കൂടെ നിങ്ങളൊന്ന് കേട്ടു നോക്ക്. സത്യം പറഞ്ഞാൽ അത് കേട്ടിട്ട് എനിക്ക് ഒരു ലോഡ് പുച്ഛമാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെയാണോ റീസൺ? അവൻ വേറെ പെണ്ണുങ്ങളോട് മിണ്ടുന്ന, അല്ലെങ്കിൽ അവൻ വേറെ പെണ്ണുങ്ങളോട് ഇഷ്ടമുണ്ടെന്ന്, ഇതൊക്കെയാണോ റീസൺ? നിയമപരമായിട്ട് ഇത് ബന്ധം ഒഴിയാനുള്ള ഓപ്ഷൻ ഇല്ലേ? തലയിലെന്തോ പുണ്ണാക്കാണ്. ഇതൊന്നുമല്ല, ഇതൊക്കെ വേറെയാണ്. ഇതൊക്കെ കഴപ്പെന്ന് പറയും. അപ്പൊ പലരും ഇതിന്റെ കാരണങ്ങളൊക്കെ തിരയുന്നുണ്ട്. ഇതിന്റെ ഒരു പോസ്റ്റിന് താഴെ, ഇത്തരത്തിലുള്ള ഒരു വീഡിയോയ്ക്ക് താഴെ വന്ന ഒരു കമന്റ് ഇങ്ങനെയാണ്: സത്യമാണ്, സംഭവം നടന്നിട്ട് ഇപ്പോൾ 2 ദിവസമായി. ഈ കുട്ടി പന്തളം പൂഴിക്കാട് സ്വദേശിയായിട്ടുള്ള ഒരു ബസ് ഡ്രൈവറുടെ പേരും കൊടുത്തിട്ടുണ്ട്, ഞാൻ ആ പേര് പറയുന്നില്ല. ഇയാളുടെ കൂടെയാണ് പോയത്. 2 കൂട്ടരെയും വിളിപ്പിച്ചിട്ട് നൂറിനാട് പോലീസ് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പെൺകുട്ടി പറയുന്ന കാര്യം എന്ന് പറയുന്നത്, മറ്റ് ഗേൾസ് ആയിട്ട് അഖിൽ NRDക്ക് ബന്ധമുണ്ട്, അതുകൊണ്ട് അവൾക്ക് അവനോടൊപ്പം പറ്റത്തില്ല, അതുകൊണ്ട് അവൾ വേറെ ആളുടെ കൂടെ പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെ 2 കൂട്ടരും അവരവരുടെ വഴിക്ക് പോയി എന്നാണ് നൂറിനാട് പോലീസ് സ്റ്റേഷനിൽ നിന്നും അറിയാൻ സാധിച്ചത്. ഇതില് ഒരാൾക്ക് ഒരു പരസ്ത്രീ ബന്ധമുണ്ട്, അല്ലെങ്കിൽ പരപുരുഷ ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ, എന്നാ പിന്നെ ഞാനങ്ങ് സ്ത്രീയിലേക്കോ പരപുരുഷനിലേക്കോ ബന്ധം സ്ഥാപിക്കാൻ പോകുന്നത് ശരിയാണോ എന്നൊക്കെയുള്ള ധാർമ്മികമായ ചോദ്യങ്ങളൊക്കെ വരാം. പക്ഷെ ഇതിലും വലിയൊരു ചോദ്യം നമുക്ക് മുമ്പിൽ മുഴച്ചു നിൽക്കുന്നത്, നമ്മൾ ഓരോരുത്തർക്കും മുമ്പിൽ. എല്ലാവരും സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് ഉള്ളവരാണ്. ഇൻസ്റ്റയിലായിക്കോട്ടെ, FBയിലായിക്കോട്ടെ, ത്രെഡിലായിക്കോട്ടെ ഒക്കെ ഉണ്ട്. എല്ലാവരും ഓരോരോ കാര്യങ്ങളും ഒക്കെ പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ പലതും, നമ്മളുടെ സ്വകാര്യമായ ചില സന്തോഷങ്ങൾ പോലും നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ലോകത്തിന് മുമ്പിൽ തുറന്നു വെക്കുന്നുണ്ട്. ഈ ലോകത്തിന് മുമ്പിൽ തുറന്നു വെക്കുമ്പോൾ ലോകം ഇത് എങ്ങനെയെല്ലാം എടുക്കും എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. നമുക്ക് പലപ്പോഴും പല വിവാദങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ പലരും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അവരങ്ങനെ ചിന്തിക്കുമെങ്കിൽ എനിക്കിതിലൊന്നും പറയാനില്ല, ഞാൻ ഇതാണ് ചിന്തിച്ചത്. ശരി, അങ്ങനെയുള്ളവർക്ക് ഇതൊരു പ്രശ്നമല്ല. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് എന്ത് വിഷയം വന്നാലും അവരിത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇത് തുടരണമോ വേണ്ടയോ എന്നുള്ളത് പോലും അവരുടെയൊക്കെ സ്വകാര്യമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്, മൗലികാവകാശമാണല്ലോ. അപ്പോൾ ആ മൗലികാവകാശത്തെ നമ്മൾ എൻജോയ് ചെയ്യുകയും അവർക്കൊരു വീഴ്ചയുണ്ടാകുന്ന സമയത്ത് അതിനെ എടുത്തിട്ട് അത് വെച്ചിട്ട് പണം ഉണ്ടാക്കാൻ നോക്കുകയും ചെയ്യുന്ന ഒരു വല്ലാത്ത വ്യഗ്രത നമുക്കുണ്ട്. ചില കാര്യങ്ങൾ, ചില സ്റ്റേറ്റ്മെന്റ്സ് ചില ആളുകൾ പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പ്രതികരിക്കും. ചില കാര്യങ്ങൾ ഓവറായിട്ട് ഇത്തരത്തിൽ കാണിച്ചു കൂട്ടുന്നത് കാണുമ്പോൾ പലരും പ്രതികരിക്കും. ഇത് അങ്ങനെയല്ലല്ലോ, ഇങ്ങനെയല്ലേ എന്നുള്ള രീതിയിൽ പ്രതികരിക്കും. ചിലര് പ്രതികരിക്കുന്നത് തെറി വിളിച്ചിട്ടായിരിക്കും. അപ്പൊ തെറി ഒരു മോശമാണോ എന്ന് ചോദിച്ചാൽ അതിനുമുണ്ട് അമ്മയെ തല്ലിയാൽ 2 പക്ഷം എന്ന് പറയുന്നത് പോലെയാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമുക്കറിയാലോ, പല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനും ഒക്കെ വലിയ വീടും കാറും ഒക്കെ ഉണ്ട്. അതൊക്കെ അവര് കണ്ടന്റ് ക്രിയേഷനിലൂടെ ആണ് ഉണ്ടാക്കിയത് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ അനുനിമിഷമുള്ള ഓരോ കാര്യങ്ങളും ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് വീഡിയോ എടുത്തിട്ട് അത് ഇടുകയും, അതിൽ ചില റീലൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കും, സത്യത്തിൽ ഇവരിത് എന്തിനാ ചെയ്തത് എന്ന് വിചാരിക്കും. അതിന്റെ ഒരു ആവശ്യവും ഉണ്ടാകില്ല. ഇപ്പൊ കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ, ആ ഭാഗം തന്നെ മാറി നിൽക്കുകയാണ്. ഇപ്പൊ നടക്കുന്നത്, നമ്മൾ വെറുതെ നടന്നു പോവുകയാണെങ്കിൽ ആ നടന്നു പോകുന്ന വഴി മുഴുവനും കാണിച്ചിട്ട് അതും ഒരു കണ്ടന്റ് ആണ്. അങ്ങനെ കണ്ടന്റ് ഇടുന്ന ആളുകളുണ്ട്, നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും.
അപ്പോൾ അത്തരത്തിലുള്ള ആളുകളുടെ മുമ്പിലേക്കാണ് നമ്മൾ വീട്ടിലെ സ്വകാര്യത ചിലപ്പോൾ നമ്മൾ കാണാറുണ്ട്. കല്യാണത്തിന് ശേഷം നടക്കുന്ന പാർട്ടി, കല്യാണത്തിന് ശേഷം എന്തെല്ലാം ചെയ്യാൻ പോകുന്നു, എവിടെ ഹണിമൂണ് പോകുന്നു, ഇനി അതൊന്നുമല്ല റൂമിലേക്ക് പാലുമായിട്ട് വരുന്ന വധു, അല്ലെങ്കിൽ ഓരോരോ ആചാരപ്രകാരമുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഉണ്ട്. ചിലപ്പോൾ ചില ഇന്റിമേറ്റ് സീൻസ് വരെ കാണുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഓക്കെ, സ്വാതന്ത്ര്യമല്ലേ? എന്തായാലും അവൻ്റെ അവസ്ഥ എന്ന് നമുക്ക് ചിന്തിക്കാനേ ഉള്ളൂ. കാരണം ഇവരും സ്നേഹിച്ച് കിട്ടിയതാണ്, ആലോചിച്ച് ചിന്തിച്ച് തീരുമാനമെടുത്ത് വീട്ടുകാർക്ക് ആദ്യം താല്പര്യമില്ലാഞ്ഞിട്ട്, അഖിലിൻ്റെ വീട്ടുകാർക്ക് താല്പര്യമില്ലാഞ്ഞിട്ട് പിന്നെ താല്പര്യപ്പെട്ട് കല്യാണം കഴിച്ചെന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. എന്നിട്ട് പോലും ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊന്നും പറയാനില്ല. ഇതുപോലുള്ള ആളുകളുടെ ജീവൻ വെച്ചിട്ട് ഇനിയെങ്കിലും ഇതുപോലെ മാറിയ കളി കളിക്കാതിരിക്കുക. ഇതുപോലുള്ള കല്യാണം കഴിഞ്ഞ സ്ത്രീകളെ വശീകരിച്ച് പ്രണയം എന്നൊരു പേരിൽ അവരെ പറഞ്ഞു പറ്റിച്ച് ഇതുപോലെയൊക്കെ കൂടെ വിളിച്ചുകൊണ്ട് പോകുന്ന ടീംസിൻ്റെ കൂടെ എനിക്ക് പറയാനുള്ളത്, എടാ നാണവും ഉളുപ്പും മാനവും ഉണ്ടെങ്കിൽ അന്തസ്സോടെ കല്യാണം കഴിച്ച് സിംഗിളായിട്ട് ഒരാളെ കല്യാണം കഴിച്ച് ജീവിക്കടാ. അതിനൊരു മാന്യതയുണ്ട്. പിന്നെ ഇതുപോലെ ഇറങ്ങിപ്പോകുന്ന പെണ്ണുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നീയൊക്കെ എത്ര പോയാലും ഇല്ല, നമ്മൾ പറയുമല്ലോ, ചെമ്മീൻ ചാടിയ മുട്ടോളം പിന്നെയും ചാടിയ ചട്ടിയോളം, അതേ ഉള്ളൂ. ഒരു സമയമാകുമ്പോഴത്തേക്ക് കരിയില വലിച്ചെറിഞ്ഞ കരിയിലയുടെ അവസ്ഥയാകുമ്പോഴത്തേക്ക് തിരികെ വരും. എന്നെ ഒന്ന് ചീകരിക്കാവോ അഖിലേറ്റ, അല്ലെങ്കിൽ എന്നെ ഒന്ന് ചീകരിക്കാവോ നമ്മളെ ജയ്ശലിക്ക മറ്റേ ശാല ഉണ്ടല്ലോ, ഇതേ അവസ്ഥയായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ 10 പേരിലേക്ക് വീഡിയോ എത്തണം. ഇവരൊക്കെ നാണം കെട്ട് ഉമ്മത്തിരിയാവണം, ഈ പറഞ്ഞിട്ടുള്ള ഇവനും ഇവളൊക്കെ. അതിന് വേണ്ടിയിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ ഇതുപോലുള്ള വിഷയങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തത്തുള്ളൂ. ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.